ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ പാഠഭാഗം തിരഞ്ഞെടുത്ത് കാണുന്നതിനായി താഴെ കാണുന്ന ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുക. മുകളിലെ ടാബിൽ നിന്നും പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ ക്ലാസ്സും സബ്ജക്റ്റും തിരഞ്ഞെടുക്കുക. അവിടെ നിന്ന് ആവശ്യമായ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വിസ്കസ് ഫോഴ്സ് ആണ്. ഇത് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ക്യാപ്പിലാരിറ്റി ആണെങ്കിലും പാസ്കൽസ് ലോ ആണെങ്കിലും കുറച്ച് വലിയ ടോപ്പിക്കുകളായിരുന്നു. പക്ഷേ വിസ്കസ് ഫോഴ്സ് ഒരു ചെറിയ ടോപ്പിക്കാണ്. അതേപോലെ തന്നെ പഠിക്കാൻ നല്ല എളുപ്പമുള്ളതും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമായ ഒരു കാര്യമാണ് വിസ്കസ് ഫോഴ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലിക്വിഡ്സിൻ്റെ ഏത് തരം പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നതെന്ന് അറിയാമോ? നമുക്കറിയാം, ചില ലിക്വിഡ്സ് ഒഴുകാനായി ഫ്ലോ ചെയ്യാനായി എളുപ്പമുള്ളതാണെന്നും മറ്റ് ചിലത് എളുപ്പത്തിൽ ഒഴുകുന്നതല്ല, ഫ്ലോ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ടുള്ള ലിക്വിഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എന്താണ് അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു കുപ്പി വെള്ളവും ഒരു കുപ്പി തേനും ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ആ കുപ്പി ചെരിച്ച് അത് പുറത്തേക്ക് എടുക്കാനാണെങ്കിൽ തേനിൻ്റെ കുപ്പിയിൽ നിന്ന് തേൻ പുറത്തേക്ക് ഒഴുകി വരാൻ ശകലം താമസമാണ്. എന്നാൽ വെള്ളത്തിൻ്റെ കുപ്പി ചെരിക്കുമ്പോൾ തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ട് അല്ലേ. ഇതിന് നമ്മൾ സാധാരണ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണ്? കട്ടി കൂടിയതാണ്, തേനിന് കട്ടി കൂടുതലാണ്, അതുകൊണ്ടാണ് ഒഴുകാൻ പ്രയാസം എന്ന് പറയാം. വെള്ളത്തിന് കട്ടി കുറവാണ്, അങ്ങനെ നമുക്ക് പറയാമല്ലോ. ഇതേ പ്രോപ്പർട്ടിയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ സംസാരിക്കുന്നത്. അതായത് ഒരു ദ്രാവകം അഥവാ ഒരു ലിക്വിഡ് ഒഴുകുന്നത് വേഗത്തിലാണോ സ്ലോ ആണോ എന്ന് നിശ്ചയിക്കുന്ന ആ ലിക്വിഡിൻ്റെ സവിശേഷതയാണ്, ആ ലിക്വിഡിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്നാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. ഒരു ലിക്വിഡ് ഒഴുകുന്നത് വേഗത്തിലാണോ സ്ലോ ആണോ എന്ന് നിശ്ചയിക്കുന്ന ആ ലിക്വിഡിൻ്റെ സവിശേഷത അതിൻ്റെ വിസ്കോസിറ്റിയാണ്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്നാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണെന്ന് പറയാം. റെസിസ്റ്റൻസ് ടു ഫ്ലോ, അതായത് ഒഴുകാനായിട്ട് എത്രത്തോളം എതിർപ്പ് ഈ ലിക്വിഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവാണ് ഈ വിസ്കോസിറ്റി. അപ്പോൾ ഒഴുകാൻ ഏറ്റവും കൂടുതൽ എതിർപ്പ് കൊടുക്കുന്ന ലിക്വിഡുകൾക്ക് വിസ്കോസിറ്റി കൂടുതലാണെന്നും ഒഴുകാൻ എതിർപ്പില്ലാത്ത ലിക്വിഡുകൾക്ക് റെസിസ്റ്റൻസ് ടു ഫ്ലോ അധികം ഇല്ലാത്ത ലിക്വിഡുകൾക്ക് വിസ്കോസിറ്റി കുറവാണെന്നും പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ വാട്ടറും ഹണിയുമായിരുന്നു അല്ലേ. വാട്ടറിന് ഒഴുകാൻ തടസ്സമില്ല, റെസിസ്റ്റൻസ് ഇല്ല, കുറവാണ്. അപ്പോൾ അതിന് വിസ്കോസിറ്റി കുറവാണ്, വാട്ടറിന് വിസ്കോസിറ്റി കുറവാണ്, എളുപ്പം ഒഴുകി പോകുമല്ലോ. അതേസമയം ഹണിയോ അങ്ങനെ എന്തെങ്കിലും കട്ടി കൂടിയ എന്തെങ്കിലും ഒരു ദ്രാവകമാണെങ്കിലോ അതിന് വെള്ളത്തിനെ പോലെ അങ്ങനെ അങ്ങ് ഒഴുകി പോകാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. റെസിസ്റ്റൻസ് ടു ഫ്ലോ അതിന് കൂടുതലാണ്, അതായത് അതിന് വിസ്കോസിറ്റി കൂടുതലാണെന്ന് പറയാം. അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ഒരു ലിക്വിഡിന് എക്സാമ്പിളായിട്ട് ഹണിയും വിസ്കോസിറ്റി കുറഞ്ഞ ഒരു ലിക്വിഡിന് എക്സാമ്പിളായിട്ട് വാട്ടറും നമുക്ക് പറയാം. അപ്പോൾ വിസ്കോസിറ്റി എന്ന് കേൾക്കുമ്പോൾ റെസിസ്റ്റൻസ് ടു ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ കൊടുക്കുന്ന എതിർപ്പ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എന്നിട്ട് കൂടിയ വിസ്കോസിറ്റി ഹണിക്കാണെന്നും കുറഞ്ഞ ഒരു വിസ്കോസിറ്റി വെള്ളത്തിനുമാണ് ഉള്ളതെന്നും ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് വിസ്കോസിറ്റി എന്നാൽ എന്താണെന്ന് മനസ്സിലായി. വിസ്കോസിറ്റി എന്നാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ പ്രോപ്പർട്ടി, ഈ വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടി, റെസിസ്റ്റൻസ് ടു ഫ്ലോ, ഒഴുകാനുള്ള എതിർപ്പ് എന്ന ഈ വിസ്കോസിറ്റിക്ക് കാരണമായ ഫോഴ്സ് ഉണ്ട്, അതിന് കാരണമായ ബലത്തിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് കൂടുതലായി അങ്ങ് ഒഴുകി പോകുമ്പോൾ ആ പിടിച്ച് തിരിച്ച് വലിക്കുന്ന അല്ലെങ്കിൽ അതിനൊരു റെസിസ്റ്റൻസ് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് വിസ്കോസിറ്റി കൂടിയിരിക്കുന്ന ഹണിക്ക് വിസ്കസ് ഫോഴ്സ് കൂടുതലായിരിക്കും. അങ്ങനെ എളുപ്പം അങ്ങ് ഒഴുകി പോകാൻ ഹണിയെ സമ്മതിക്കാത്ത രീതിയിൽ വിസ്കസ് ഫോഴ്സ് കൂടുതലായിരിക്കും. നമ്മൾ ഫ്രിക്ഷനൊക്കെ പഠിച്ചില്ലേ, ഒരു മോഷനെ എതിർക്കുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിന് എതിർപ്പ് കൊടുക്കുന്ന ഫോഴ്സാണല്ലോ ഫ്രിക്ഷൻ. അതേപോലെ തന്നെ ഈ ലിക്വിഡിന് മുന്നിലേക്ക് ഫ്രീ ആയി ഫ്ലോ ചെയ്ത് പോകാനുള്ള ആ മോഷനെ എതിർപ്പ് കൊടുക്കുന്നതാണ് ഈ വിസ്കസ് ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ വിസ്കസ് ഫോഴ്സിനെ ഓർത്ത് വയ്ക്കാൻ. വിസ്കസ് ഫോഴ്സ് എന്ന ടോപ്പിക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആ ഫിഗർ 1.23 അതൊന്ന് ശ്രദ്ധിച്ചേ. ഒരു ഗ്ലാസിൻ്റെ മുകളിൽ 3 ലിക്വിഡുകളുടെ ഡ്രോപ്പ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഗ്ലാസ് ഒന്ന് പതിയെ ചരിച്ചിരിക്കുകയാണ്, ടിൽറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ആ ലിക്വിഡ് താഴേക്ക് ഒഴുകി പോകും അല്ലേ. നമുക്ക് ആ ഫിഗറിൽ കാണാം, ആ 3 ലിക്വിഡും വ്യത്യസ്തമായ രീതിയിലാണ് ഒഴുകുന്നത് അല്ലേ. ഏതൊക്കെ ലിക്വിഡ്സാണ് അവിടെ വെച്ചിരിക്കുന്നത്? വാട്ടറുണ്ട്, ഹണിയുണ്ട്, അതേപോലെ തന്നെ ഗ്ലിസറിനും ഉണ്ട്. അങ്ങനെയുള്ള 3 ലിക്വിഡുകളുടെ ഡ്രോപ്പാണ് അവിടെ വെച്ചിരിക്കുന്നത് താഴേക്ക് ഒഴുകുന്ന രീതിയിൽ. അപ്പോൾ നോക്കൂ, ഏറ്റവും റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ആ ഡ്രോപ്പ് നന്നായി താഴേക്ക് ഒഴുകി വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് തീരെ വിസ്കോസിറ്റി വളരെ കുറവാണ്, ആ ലിക്വിഡിന് വിസ്കസ് ഫോഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അതിന് നന്നായി ഒഴുകാനായി സാധിക്കുന്നത്. അതേതാണത്? വാട്ടറാണ്.
ലെഫ്റ്റ് സൈഡിൽ ഒഴുകി പോകുന്നതിനോട് ഏറ്റവും എതിർപ്പ് കാണിച്ച് ശകലം മാത്രം ഒഴുകിയിരിക്കുന്നത്, കുറച്ച് മാത്രം ഫ്ലോ ചെയ്തിരിക്കുന്ന ആ ലിക്വിഡ് ഏതാണ്? അത് ഹണിയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു പോയിൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ് കണ്ടത്. ഇനി നമുക്ക് വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ വിസ്കോസിറ്റി? അത് നമുക്ക് നോക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്താണ്? ഒഴുകിപ്പോകുന്ന ലിക്വിഡിന് ഒരു എതിർബലമാണല്ലോ. ചലിക്കുന്ന ഒരു വസ്തുവിന്, മോഷനിലുള്ള ഒരു വസ്തുവിന് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചത്? അത് അതിൻ്റെ ഫ്രിക്ഷൻ ആണല്ലോ. അപ്പോൾ ആ ഫ്രിക്ഷൻ ഇവിടെ എന്തായാലും ഒരു റോളുണ്ട്. നമുക്ക് നോക്കാം. ഇതേപോലെ ഒരു ചരിഞ്ഞ സർഫേസിൽ ഞാൻ ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെ ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് ഇവിടെ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കൂ. ഈ ഡ്രോപ്പിനെ കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. വാട്ടറിൻ്റെയോ ഹണിയുടെയോ ഒരു ഡ്രോപ്പാണ് കേട്ടോ ഇത്. മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് വലുതായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. അപ്പം ഈ സർഫേസ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ഈ ഒരു ലിക്വിഡിന് താഴേക്ക് ഒഴുകി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ താഴേക്ക് ഒഴുകി പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് ഒഴുകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ നോക്കൂ, ഈ സർഫേസുമായിട്ട് ഈ ലിക്വിഡിന് കോൺടാക്റ്റ് ഉള്ള സ്ഥലം ഏതാ? ഇതല്ലേ, ഈ കാണുന്ന ഈ ഒരു സ്ഥലമല്ലേ കോൺടാക്റ്റിലിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും അവിടെ ഫ്രിക്ഷൻ ഉണ്ടെന്ന്. എന്താ കാര്യം? ഒഴുകാൻ റെഡിയായി നിൽക്കുന്ന ഈ ഒരു ലിക്വിഡ്, എന്നാൽ സ്റ്റാറ്റിക് ആയിട്ട് അനങ്ങാതെ നിൽക്കുന്ന ഈ ഒരു സർഫേസ്, അവരുടെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ടാകുമല്ലോ. നമുക്കറിയാം, ഒരു സർഫേസിലൂടെ ഒരു പെട്ടി ഉറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ബോക്സ് മൂവിങ് ആണ്, ആ സർഫേസ് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഇങ്ങനെ ഉണ്ടാകുന്നു. അതേപോലുള്ളൊരു കാര്യം തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ സർഫേസ് ദേ ഇവിടെ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് അനങ്ങാതെ നിൽക്കുന്നു, ഈ ലിക്വിഡ് അങ്ങ് ഒഴുകി പോകാനായി നോക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലുള്ള ഈ ഒരു സർഫേസിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ണുപൂട്ടി പറയാൻ പറ്റും, മോഷനിലായിരിക്കുന്ന, ചലിക്കാനിരിക്കുന്ന ഈ ഒരു ലിക്വിഡിന് ഈ സർഫേസ് കൊടുക്കുന്ന ഫ്രിക്ഷൻ ഈ ലിക്വിഡിൻ്റെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റ് തടഞ്ഞ് എതിർദിശയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതൊരു ഹണിയുടെ തുള്ളിയാണെന്ന് വിചാരിക്കൂ, നേരത്തെ കണ്ടതുപോലെ. അപ്പോൾ ഇതിങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു തുള്ളി തേനിന് മുന്നിലേക്ക് ഒഴുകി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് കട്ടിയുള്ള ലിക്വിഡ് ആയതുകൊണ്ട് വിസ്കോസിറ്റി കൂടുതലാണെന്നും അതിന് എളുപ്പം മുന്നിലേക്ക് ഒഴുകി പോവില്ല എന്നും നമ്മൾ കണ്ടല്ലോ. അപ്പം ഏത് റെസിസ്റ്റൻസ് ഫോഴ്സാണ് അതിനെ പുറകിലേക്ക് പിടിച്ച് വലിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഒരു ഫോഴ്സ് നമുക്ക് മനസ്സിലായി, ഈ സർഫേസ് കൊടുക്കുന്ന ഈ ഒരു ഫ്രിക്ഷൻ മാത്രം കൊണ്ട് ഈ ഹണിക്ക് മുന്നിലേക്ക് ഒഴുകി പോകാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ? അപ്പം അത് മാത്രമല്ല, മറ്റെന്തൊക്കെയോ കൂടെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് ഒഴുകി പോകുന്ന ഒരു ലിക്വിഡ് പല ലെയറുകളായിട്ടാണ്, പല അടുക്കുകളായിട്ടാണ് ഒഴുകി പോകുന്നതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. മനസ്സിലായോ? മറ്റൊരു ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കൂ. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്, ഉള്ളിലൂടെ ഒഴുകി പോകുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സർഫേസിൻ്റെ മുകളിലൂടെ ഒഴുകി പോകുന്നു. ഇവിടെ അതിൻ്റെ മുഴുവൻ ചുറ്റിനും സർഫേസുകളുണ്ട്. ഇതൊരു പൈപ്പിനുള്ളിലൂടെ ഒഴുകി പോകുന്നു. ഇത് ഒരു തുറസായ ഒരു സർഫേസിലൂടെ ഒഴുകി പോകുന്നു. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത്, ഒഴുകിപ്പോകുന്ന ഒരു സ്ട്രീം ഓഫ് ലിക്വിഡിനെ നമുക്ക് പല അടുക്കുകളായിട്ട് സങ്കല്പിക്കാമെന്ന് പറഞ്ഞു. ഈ ലിക്വിഡ് ഈ ഒരു ഡയറക്ഷനിലാണ് ഒഴുകി പോകുന്നതെന്ന് വിചാരിക്കൂ. ഇവിടെയാണെങ്കിൽ ഇത് നമ്മൾ വരച്ച ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, നമുക്ക് ലിക്വിഡിൻ്റെ ഒഴുക്കിൻ്റെ ഡയറക്ഷൻ കാണിക്കാം. ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ലിക്വിഡ് ഒഴുകി പോകുന്നതെന്ന് വിചാരിക്കും. ഇത് രണ്ട് പടങ്ങളാണ്. ഇവിടെ നമുക്ക് പറയാം, ഒന്നാമത്തെ ലെയർ ഓഫ് ലിക്വിഡ് ഇവിടെ ഒഴുകുന്നു. നമ്മൾ പല അടുക്കുകളായിട്ടാണ്, പല ലെയറുകളായിട്ടാണ് ലിക്വിഡ് ഒഴുകുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. രണ്ടാമത്തെ ലെയർ അങ്ങോട്ട് ഒഴുകി പോകുന്നു, മൂന്നാമത്തെ ലെയർ, അങ്ങനെ 4-5 ലെയറുകളായിട്ട് ഒഴുകുന്നു എന്ന് വിചാരിക്കാം. ഇവിടെയും അതേപോലെ തന്നെ പല ലെയറുകളായിട്ടാണ് ലിക്വിഡ് താഴേക്ക് ഒഴുകുന്നതെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യമാണ്, പല ലെയറുകളാണ് എന്നുള്ളത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഫിഗർ 1.24 എയുടെയും ബിയുടെയും കാര്യമാണ് പറയുന്നത്. ആ ഫിഗറിൽ ഇതേപോലെ ഓരോ ലെയറുകളുടെയും ആരോസ് കണ്ടോ? ഏറ്റവും ചെറുതായിട്ടാണ്, രണ്ടരികിലുള്ളത് ചെറിയ ആരോസും നടുക്കുള്ളത് വലുതായിട്ടോ കാണിച്ചിരിക്കുന്നത്. ഇതെന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവിടെയും അതേപോലെ തന്നെ വ്യത്യാസമുണ്ട്. ഇതെന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പല ലെയറുകളുടെ സ്പീഡിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, ഈ ആരോകളുടെ വലുപ്പം. അതായത് ഈ അരികിൽ, ഈ വാളിനെ തൊട്ട് പോകുന്ന ലെയർ, ഈ രണ്ടരികിലുള്ള ലെയർ വളരെ സ്ലോ ആണ്, അത് പതുക്കെ മാത്രമേ മൂവ് ചെയ്യുള്ളൂ എന്നും നടുക്കോട്ട് വരുന്നതോറും അതിൻ്റെ സ്പീഡ് കൂടി വരുമെന്നുമാണ് ഈ ആരോസ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ആ സർഫേസ് കൊടുക്കുന്ന ഫ്രിക്ഷൻ. ഇവിടെ ആണെങ്കിൽ ഇവിടെ ആ സർഫേസ് ഉണ്ടല്ലോ, ആ സർഫേസിനെ തൊട്ട് നിൽക്കുന്ന ഈ ലെയറിന് സർഫേസിൽ നിന്ന് നല്ല എതിർപ്പ് കിട്ടുവാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച അതേ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ലിക്വിഡിൻ്റെ ഏറ്റവും അടിയിലത്തെ, അല്ലെങ്കിൽ ഈ വാളിനെ തൊട്ട് നിൽക്കുന്ന സർഫേസിന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ആ അരികിലുള്ള 2 ലെയേഴ്സിനും ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അതിൻ്റെ സ്പീഡ് കുറഞ്ഞാണ് ഇരിക്കുന്നത്.
പക്ഷേ എന്നാൽ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ലെയറുകൾക്ക് സർഫേസ് കൊടുക്കുന്ന ആ ഫ്രിക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടെ സ്പീഡിൽ മുന്നേക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ ഈ സർഫേസിനെ തൊട്ടിരിക്കുന്ന ഈ ഒരു ലെയറിന് സ്പീഡ് കുറവായിരിക്കും. ഇതിന് കുറച്ചും കൂടി സ്പീഡ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ സ്പീഡിൽ സർഫേസിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന ലെയർ ആയിരിക്കും പോകുന്നത്. ആ കാര്യം മനസ്സിലായല്ലോ. ഇനി ഇത് ലെയറുകളായിട്ട് പോകുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സർഫേസ് കൊടുക്കുന്ന ഫ്രിക്ഷൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു ഫ്രിക്ഷനും കൂടെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? ഈ ലെയറുകൾക്കിടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അവ തമ്മിൽ അതിൻ്റെ പരസ്പരം അതിൻ്റെ ഇടയിൽ ഒരു ഘർഷണ ബലം ഉണ്ടാവും. ഈ സർഫേസിലൂടെ എങ്ങനെയാണോ ഈ ഒന്നാമത്തെ ലെയർ ഉരസി നീങ്ങുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഒന്നിൻ്റെ മുകളിലൂടെ ഈ രണ്ടാമത്തത് നീങ്ങുന്നതും രണ്ടിൻ്റെ മുകളിലൂടെ മൂന്നാമത്തത് നീങ്ങുന്നതും അല്ലേ. അതുകൊണ്ട് പല ലെയറുകളായിട്ടാണ് പോകുന്നതെങ്കിൽ അവയ്ക്കിടയിലും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഹണി പോലെയുള്ള ലിക്വിഡുകളെ മുന്നോട്ട് പോകുന്നതിനുള്ള എതിർപ്പ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഏതാണ്? ഒന്നാമതേ ഈ സർഫേസുമായിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുകൊണ്ടാണ് ഈ അരികിലുള്ള ലെയറുകൾക്ക് സ്പീഡ് കുറയുന്നതും ഈ ആരോസ് ചെറുതായി കാണിക്കുന്നതും ഒന്ന്. രണ്ടാമത്തെ കാരണം ഈ ലെയറുകൾക്കിടയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടാമത്തെ പറഞ്ഞ പോയിന്റ്, അതായത് ലെയറുകൾക്കിടയിൽ ആ ഒഴുക്കിനെ തടയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നന്നായി മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ 8ാം ക്ലാസ്സിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പഠിച്ചിരിക്കുന്നത്? ഒരു സർഫേസിലൂടെ നമ്മളൊരു ബോക്സോ മറ്റോ മുന്നിലേക്ക് നീക്കുകയാണെങ്കിൽ ഈ സർഫേസിലുള്ള ഇറഗുലാരിറ്റിയും ഈ ബോക്സിൻ്റെ ഇറഗുലാരിറ്റിയും കൂടെ ഒരു ഇൻ്റർലിങ്കിങ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് മുന്നിലേക്ക് പോകാനായിട്ട് എതിർപ്പ് വരുന്നു. ഇതൊക്കെ നമ്മൾ അന്ന് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതേ കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട്, ഇത് ഓർമ്മയുണ്ടായിരിക്കണം. അത് ഓർമ്മയുണ്ടെങ്കിൽ അതേ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ലെയറുകൾ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ലെയർ ഓഫ് ലിക്വിഡിൻ്റെ മുകളിലൂടെ രണ്ടാമത്തെ ഒരു ലെയർ ഉരസി നീങ്ങുമ്പോൾ അവയ്ക്കിടയിൽ ഫ്രിക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് എന്തുണ്ടാവണം? അവയ്ക്കിടയിൽ ഒരു പിടുത്തം ഉണ്ടാവണം അല്ലേ. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ സർഫേസിനും ഈ ഒരു നീങ്ങി പോകുന്ന ഈ ബോക്സിൻ്റെ സർഫേസിനും ഇടയിൽ ഇറഗുലാരിറ്റി ഉള്ളത് കൊണ്ട് ഇൻ്റർലോക്കിംഗ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഇൻ്റർലോക്കിംഗ് ആണ് ഇതിനെ മുന്നിലേക്ക് നീങ്ങാനായിട്ട് തടസ്സം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ ഈ ലിക്വിഡിൻ്റെ 2 ലെയറുകൾക്കിടയിൽ ഇതേപോലെ ഒരു പിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചു. ഒരേ ടൈപ്പ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള അട്രാക്ഷൻ ഫോഴ്സിൻ്റെ പേരാണ് കൊഹസീവ് ഫോഴ്സ് അല്ലേ. അതായത് ഈ ലെയറിലുള്ള മോളിക്യൂൾസ് തന്നെയാണല്ലോ ഈ ലെയറിലുള്ളത്. ഇത് വെള്ളമാണ് ഒഴുകി പോകുന്നതെങ്കിൽ രണ്ടിലും H2O മോളിക്യൂൾസ് തന്നെയല്ലേ. അപ്പോൾ ഈ ഒന്നാമത്തെ ലെയറിലുള്ള മോളിക്യൂൾസിലുള്ള H2O മോളിക്യൂളിന് അതിൻ്റെ മുകളിലൂടെ ഉരസി നീങ്ങുന്ന രണ്ടാമത്തെ ലെയറിലെ H2O മോളിക്യൂൾസുമായിട്ട് എന്തുണ്ട്? കൊഹസീവ് ഫോഴ്സ് ഉണ്ട്. അവ തമ്മിൽ ആ കൊഹസീവ് ഫോഴ്സ് കാരണം ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷനെ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ ഇതിനിങ്ങനെ മുന്നോട്ട് നീങ്ങാനായി പറ്റുള്ളൂ. അപ്പോൾ എന്താണ്? അഡ്ജസൻറ്റ് ലെയറുകളിലുള്ള മോളിക്യൂൾസിന് പരസ്പരമുള്ള കൊഹിഷനാണ് ഇങ്ങനെ ഈസിലി സ്ലൈഡ് ചെയ്ത് പോകാനുള്ള എതിർപ്പ് കൊടുക്കുന്നത്. അഥവാ എന്ത് കൊടുക്കുന്നത്? വിസ്കസ് ഫോഴ്സ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ 2 ലെയറുകൾ തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഈ വിസ്കസ് ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇങ്ങനെ 2 ലെയറുകൾക്കിടയിലുള്ള ആ ഒരു കൊഹിസീവ് ഫോഴ്സ്, അവ തമ്മിലുള്ള അട്രാക്ഷൻ ഇവിടെ നമ്മൾ പഠിച്ചതുപോലെ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു ഇൻ്റർലോക്കിങ് ഈ ലിക്വിഡുകൾക്ക് കൊടുക്കുന്നു. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം, കൊഹിസീവ് ഫോഴ്സ് കാരണമുള്ള ഇൻ്റർലോക്കിങ് അഥവാ വിസ്കസ് ഫോഴ്സിന് കാരണമായ ആ ഒരു ഫോഴ്സ് എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഹണിയുടെ ലെയേഴ്സ് ഒഴുകി പോകുന്നില്ലേ, അതേപോലെയുള്ള അതിൻ്റെ ഒരു ഇച്ചിരി എൻലാർജ്ഡ് ആ ലെയേഴ്സാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഈ രണ്ടാമത്തെ ലെയറിലുള്ള ഈ റെഡ് മോളിക്യൂൾസ് ഉണ്ടോ, അതേപോലുള്ള മോളിക്യൂൾസ് ഈ മൂന്നാമത്തെ ലെയറിലും ഉണ്ട്. അവ തമ്മിലൊരു എന്തുണ്ട്? കൊഹസീവ് ഫോഴ്സ് ഉണ്ട്. ആ കൊഹസീവ് ഫോഴ്സ് കാരണമാണ് എന്തുണ്ടാകുന്നത്? ഈ ലെയറുകൾ തമ്മിൽ പരസ്പരം ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നതും സ്മൂത്തായിട്ട് അങ്ങ് ഒഴുകി പോകാൻ പറ്റാതിരിക്കുന്നതും ലെയറുകൾക്കിടയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നതും. അങ്ങനെ ലെയറുകൾക്കിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആ ലെയറുകൾക്കിടയിലുള്ള വിസ്കസ് ഫോഴ്സ് മൂലമാണ് ഇതിന് ഫ്രീ ആയിട്ട്, ഈ ഹണി പോലെയുള്ള ഒരു ലിക്വിഡിന് ഫ്രീ ആയി ഒഴുകി പോകാനായിട്ട് കഴിയാത്തത്. അപ്പോൾ ഈ വിസ്കസ് ഫോഴ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഈ ലെയറുകൾക്കിടയിലുള്ള ഇത് മൂലം ഉണ്ടാകുന്ന ആ വിസ്കസ് ഫോഴ്സ് ഓരോ ലിക്വിഡിനും ഓരോന്നായിരിക്കും. അങ്ങനെയുള്ള വിസ്കസ് ഫോഴ്സ് കൂടിയിരിക്കുന്ന ലിക്വിഡുകളുടെ എക്സാമ്പിളാണ് ഹണി, ഗ്ലിസറിൻ അങ്ങനെയുള്ളത്. എന്നാൽ കുറഞ്ഞിരിക്കുന്നതിന് എക്സാമ്പിളാണ് വാട്ടറൊക്കെ നമ്മൾ പഠിച്ചത്. ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ എളുപ്പമായിട്ട് ഒഴുകി പോകാൻ സാധിക്കുന്നതിന് ആ വിസ്കസ് ഫോഴ്സ് കുറവാണ്. ഇനി വിസ്കസ് ഫോഴ്സിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം.
ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷനിലായിരിക്കുന്ന ലിക്വിഡുകളുടെ ലെയറുകളുടെ ഇടയിൽ ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് പാരലൽ ടു ദ ലെയേഴ്സ്. കണ്ടോ, ലെയറുകൾക്ക് പാരലായിട്ടാണ് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. വിച്ച് ട്രൈ ടു പ്രിവെൻറ്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ലെയേഴ്സ്. ഈ ലെയറുകളുടെ ഇടയിലുള്ള റിലേറ്റീവ് മോഷനെ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അവിടെ റിലേറ്റീവ് മോഷൻ എന്നുള്ള ടേം ഉപയോഗിച്ചിരിക്കുന്നത്? പല ലെയറുകൾക്കും പല സ്പീഡാണ്. അതുകൊണ്ടാണ് നമുക്ക് റിലേറ്റീവ് മോഷൻ എന്ന് പറയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് പല ലെയറുകൾക്കും പല സ്പീഡ് വരുന്നത് നമ്മളിവിടെ കണ്ടു. ഈ സർഫസിനെ തൊട്ട് നിൽക്കുന്ന ഈ ലെയറിന് ഫ്രിക്ഷൻ കൂടുതലാണ്, സർഫസ് കൊടുക്കുന്ന ഫ്രിക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് അത് പയ്യേ പോകത്തുള്ളൂ. എന്നാൽ മുകളിലേക്ക് വരുന്തോറും സർഫസ് കൊടുക്കുന്ന ഫ്രിക്ഷൻ കുറഞ്ഞു വരുന്നു, അതിന് കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ പറ്റുന്നു. അങ്ങനെ പല ലെയറുകൾക്കും പല സ്പീഡാണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ടാണ് അവിടെ റിലേറ്റീവ് മോഷൻ എന്നുള്ള ടേം ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഒരേ സ്പീഡാണെങ്കിൽ റിലേറ്റീവ് മോഷൻ ഇല്ലല്ലോ. ഒരു ലെയറിൽ നോക്കുമ്പോൾ മറ്റേ ലെയർ അനങ്ങാൻ നിൽക്കുന്നതായിട്ടല്ലേ തോന്നുള്ളൂ. രണ്ടിനും ഒരേ സ്പീഡിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവയ്ക്കിടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഇല്ല. ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് പാരലൽ ടു ദ ലെയേഴ്സ് വിച്ച് ട്രൈ ടു പ്രിവെൻറ്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ്. ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് വിസ്കസ് ഫോഴ്സ്. നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. Viscosity is the characteristic property of a liquid to oppose the relative motion between different layers. അപ്പോൾ ഈ വിസ്കോസിറ്റി എന്നാൽ എന്താണെന്ന് പറയുന്നു? ഈ ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യാനുള്ളത്. എങ്ങനെയാണ് ഓപ്പോസ് ചെയ്യുന്നതെന്ന് നമ്മളിവിടെ കണ്ടു. ഇങ്ങനെ ഇവ തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ കാരണം ഈ ലെയറുകളുടെ റിലേറ്റീവ് മോഷനെ അത് ഓപ്പോസ് ചെയ്യുന്നു. അങ്ങനെ എത്രത്തോളം അതിന് ഓപ്പോസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ അളവാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വാട്ടറിനേക്കാളും കൂടിയ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡുകൾ ഏതാണ്, വാട്ടറിനേക്കാളും കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡുകൾ ഏതാണെന്ന് നോക്കാം. ഇപ്പം തന്നെ നമുക്കറിയാം വാട്ടറിനേക്കാളും കൂടിയ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡുകൾ ഏതൊക്കെയാണ്? ഹണി, ഗ്ലിസറിൻ, ഇതൊക്കെ വാട്ടറിനേക്കാളും കൂടിയ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ്സ് ആണ്. അതേപോലെ തന്നെ കാസ്റ്റർ ഓയിൽ, ഓയിലുകൾ, മെർക്കുറി, ഇതെല്ലാം വാട്ടറിനേക്കാളും കൂടിയ വിസ്കോസിറ്റിയാണ് അതിനുള്ളത്. അതേസമയം വാട്ടറിനേക്കാളും കുറഞ്ഞ വിസ്കോസിറ്റി, അതായത് വാട്ടറിനേക്കാളും എളുപ്പത്തിൽ നന്നായി ഒഴുകി പോകാനായിട്ട് സാധിക്കും, അങ്ങനെയുള്ളതിന് എക്സാമ്പിൾ ഏതാണ്? അങ്ങനെയുള്ള ലിക്വിഡ്സിന് എക്സാമ്പിൾ കെറസിൻ, മണ്ണെണ്ണ പറയാം. അതേപോലെ തന്നെ അസറ്റോണും കെറസിനും ഒക്കെ വാട്ടറിനേക്കാളും കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡുകൾക്ക് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ 2 ടേംസും കൂടെ നോക്കൂ. അതായത് കൂടിയ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡുകളെ നമുക്ക് വിസ്കസ് ലിക്വിഡ്സ് എന്നും കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡുകളെ നമുക്ക് മൊബൈൽ ലിക്വിഡ്സ് എന്നും പറയാം. കുറഞ്ഞ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലോ ചെയ്തു പോകുന്നല്ലേ അതിൻ്റെ അർത്ഥം. വിസ്കോസിറ്റി കുറവാണ്, അതായത് ഒഴുകാനുള്ള വിസ്കോസിറ്റി എന്ന് പറയുമ്പോഴേ റെസിസ്റ്റൻസ് ടു ഫ്ലോ കുറവാണെങ്കിൽ നന്നായിട്ട് ഒഴുകും. അതായത് അത് മൊബൈലല്ലേ. മൊബൈൽ എന്ന് പറഞ്ഞാൽ ചലനമുള്ളത് എന്നാണ്. വിസ്കോസിറ്റി കുറഞ്ഞാൽ നല്ല ചലനമുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ മൊബൈൽ ലിക്വിഡ്സ് എന്നും കൂടിയ വിസ്കോസിറ്റി ആണെങ്കിൽ വിസ്കസ് ലിക്വിഡ്സ് എന്ന് വിളിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ടെമ്പറേച്ചർ ഇഫക്ട്സ് ഓൺ വിസ്കോസിറ്റിയാണ്. അതായത് ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും വിസ്കോസിറ്റിയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് നമുക്കിനി പഠിക്കേണ്ടത്. അതിൻ്റെ ആൻസർ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ വിസ്കോസിറ്റി കുറയും, അതേപോലെ തന്നെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി കൂടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരിക്കും. അതായത് ടെമ്പറേച്ചറിനും വിസ്കോസിറ്റിക്കും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായ റിലേഷനാണ് പരസ്പരം ഉള്ളത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഹണി എടുത്തു കഴിഞ്ഞാൽ അതിന് ഒഴുകാനായിട്ട് പ്രയാസമാണല്ലോ. അതായത് അതിന് വിസ്കോസിറ്റി കൂടിയിരിക്കുന്ന ഒരു ലിക്വിഡ് ആണല്ലോ, റെസിസ്റ്റൻസ് ടു ഫ്ലോ കൂടുതലായിട്ടുള്ളതല്ലേ. അതേസമയം അതേ ഹണിയെ എടുത്ത് ഒന്ന് ശകലം ചൂടാക്കുകയാണെങ്കിൽ, ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? വിസ്കോസിറ്റി കുറയും. അതായത് പഴയതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ ഹണി ഫ്ലോ ചെയ്തു പോകും. അതിനാണ് പറയുന്നത് ടെമ്പറേച്ചർ കൂട്ടുകയാണ് വിസ്കോസിറ്റി കുറയുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ നന്നായി ഫ്ലോ ചെയ്യുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ, ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് പറ്റുന്നു? അതിൻ്റെ വിസ്കോസിറ്റി കൂടും. അതായത് തണുത്ത് കഴിഞ്ഞാൽ അത് ഒഴുക്കിനോട് കുറച്ചുകൂടെ റെസിസ്റ്റൻസ് കാണിക്കും, തണുത്ത് കഴിഞ്ഞാൽ അത് ഒഴുകാനായി പ്രയാസം കാണിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്നും കൂടെ നമ്മൾ പഠിക്കണം. അതായത് എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും എളുപ്പമായിട്ട് ഒഴുകുന്നത്, ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി കൂടി ഒഴുകാനായി ബുദ്ധിമുട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ പഠിക്കണം. ഈ വരച്ചിരിക്കുന്നത് ലിക്വിഡിൻ്റെ 2 സാമ്പിളുകളാണെന്ന് വിചാരിക്കൂ. ഈ രണ്ടാമത്തെ ഇപ്പം നോക്കണ്ട, ആദ്യം ഈ ആദ്യത്തേലേക്ക് ശ്രദ്ധിക്കൂ. അതായത് മോളിക്യൂൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ ഇവ തമ്മിൽ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള കൊഹിസീവ് ഫോഴ്സ് ഉണ്ടല്ലോ, അവർ തമ്മിൽ, ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. എന്താ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഇതേപോലെയുള്ള കൊഹിസീവ് ഫോഴ്സ് ഇവ തമ്മിലുണ്ട്. ഇത് നോർമൽ ടെമ്പറേച്ചറിലെ കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഹീറ്റ് എനർജിയെ കൊടുക്കുക. എന്താ പറ്റുന്നത്? നമുക്കറിയാം, ഒരു
സാമ്പിൾ ഓഫ് ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ എന്തിലേക്കെങ്കിലും നമ്മൾ ഹീറ്റ് എനർജിയെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസ് എന്ത് പറ്റുന്നു, അത് കൈനറ്റിക് എനർജി അബ്സോർബ് ചെയ്യുന്നു. ആ കൊടുത്തിരിക്കുന്ന ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തെടുത്ത് ആ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ കൂടുന്നു. ഇതൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് അതിൻ്റെ ചലനം കൂടുന്നു. നന്നായി ചലിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, ഈ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള സ്പേസ് കൂടുന്നു. മനസ്സിലായോ? അതായത് ഈ ഇത്രയും അടുങ്ങിയ സ്പേസിൽ അത് ഇരിക്കുന്നില്ല, ഇത് നല്ല രീതിയിൽ പരസ്പരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചലനം കൂടിയിരിക്കുന്നു, കൈനറ്റിക് എനർജി കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിലുള്ള സ്പേസ് നന്നായി കൂടുന്നു. കണ്ടോ, ഇത്ര അടുങ്ങിയല്ല, ഇപ്പം ശകലം ദൂരെയാണ് അത് ഇരിക്കുന്നത്. സ്പേസ് കൂടുമ്പോൾ എന്താ പറ്റുന്നത്, ഇത്രയും അടുത്തടുത്തല്ലാണ്ട് ഇത്രയും അകലത്തിൽ സ്പേസ് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ എന്താ പറ്റുന്നത്, പഴയ പോലുള്ള അട്രാക്ഷൻ അവർ തമ്മിൽ ഉണ്ടാകുമോ? ഇല്ല, അകലം കൂടിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അട്രാക്ഷൻ കുറയുന്നു, അഥവാ കൊഹസീവ് ഫോഴ്സ് ഇവിടെ കുറയുന്നു. ആ പോയിന്റ് നന്നായി മനസ്സിലായല്ലോ. ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ ഇതിൻ്റെ ചലനം കൂടുന്നു, ചലനം കൂടുമ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസ് കൂടുന്നു, ഇന്റർമോളിക്യുലർ സ്പേസ് കൂടുന്നു. സ്പേസ് കൂടുന്നത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള അട്രാക്ഷൻ ഇവിടെ ഇല്ല, കൊഹസീവ് ഫോഴ്സ് കുറയുന്നു. ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും നല്ല കൊഹസീവ് ഫോഴ്സ് ഇവിടെ ഇല്ല, കൊഹസീവ് ഫോഴ്സ് കുറയുന്നു. ഇതേപോലുള്ള കൊഹസീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടല്ലേ വിസ്കസ് ഫോഴ്സ് ഉണ്ടായത്. നമ്മൾ പറഞ്ഞല്ലോ, 2 ലെയറുകൾ തമ്മിൽ നല്ല അട്രാക്ഷൻ ഉള്ളത് കാരണമാണ് അതിന് മുന്നിലേക്ക് പോകാനൊരു ഫ്രിക്ഷൻ കൊടുത്തത്. ചൂട് കൊടുത്തപ്പോൾ എന്ത് പറ്റി, ആ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കൂടി, കൊഹസീവ് ഫോഴ്സ് കുറഞ്ഞു. ഇത്രയും കൊഹസീവ് ഫോഴ്സ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ, ഇവ തമ്മിൽ ഇത്രയും വലിയ ഫ്രിക്ഷൻ ഒന്നുമില്ല. കുറച്ചുകൂടെ സ്മൂത്തായിട്ട് അതിന് ഒഴുകി പോകാനായിട്ട് സാധിക്കും. അഥവാ ഒരു ലെയറിന് മറ്റൊരു ലെയറിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒഴുകി പോകാനായി സാധിക്കും. അങ്ങനെ ലെയറുകൾക്കിടയിൽ ഫ്രിക്ഷൻ കുറയുന്നു, വിസ്കസ് ഫോഴ്സ് കുറയുന്നു. ഒരു ലെയറിന് മറ്റൊരു ലെയറിൻ്റെ മുകളിലൂടെ ഈസിയായി ഒഴുകി പോകാൻ സാധിക്കുന്നുവെങ്കിൽ വിസ്കോസിറ്റി കുറയുമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹീറ്റ് എനർജിയെ കൊടുക്കുമ്പോഴത്തേക്കും വിസ്കസ് ഫോഴ്സ് കുറയുന്നതും ലിക്വിഡ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഫ്ലോ ചെയ്തു പോകുന്നതും. അതുകൊണ്ട് തന്നെയാണ് തേനിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കൂ. തേനൊന്ന് ചൂടാക്കി കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അത് ഫ്ലോ ചെയ്തു പോകും. എന്തുകൊണ്ട്, വിസ്കസ് ഫോഴ്സ് നന്നായി കുറഞ്ഞിരിക്കുന്നത് കാരണം. ഈ കാണിച്ചിരിക്കുന്നത് പോലെ കൊഹസീവ് ഫോഴ്സ് നന്നായി കുറയുന്നത് കാരണം. അതേസമയം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്തിരിക്കുന്ന തേനാണെങ്കിലോ അത് ഫ്ലോ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് കാണിക്കില്ലേ, നല്ല കട്ടി അതിന് കൂടുതലായിരിക്കില്ലേ. അതിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് വിസ്കസ് ഫോഴ്സ്. എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക.